ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാൻ പോവാണ്. ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. മാത്രമല്ല അതിന് ശേഷം ഞാൻ കുറച്ച് മെസ്സേജ് തരുന്നുണ്ട്, അതും നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടേ പറ്റൂ. മാത്രമല്ല ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കും വേണം. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിന് ആർക്കെങ്കിലും, നമ്മളെ അയൽവാസിക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടും. കാരണം ഒരു ചെറിയ അശ്രദ്ധയുടെ മേലിൽ വലിയ അപകടം വരുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ എന്തായാലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഭവിഷ്യത്തുകളും എനിക്ക് നേരിട്ടുള്ള കണ്ടിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളടുത്ത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ തുടർന്ന് സംസാരിക്കുന്നത് അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, വിടാതെ കേൾക്കണം. അതിൽ കാര്യങ്ങൾ പറയേണ്ടത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോസ് കണ്ടിട്ട് വരാം. ബൈക്കിൽ സഞ്ചരിക്കവേ വസ്ത്രം ടയറിൽ കുടുങ്ങി അപകടം. കോഴിക്കോട് കാരശ്ശേരി പള്ളിക്ക് സമീപമാണ് ഇന്നലെ നടുക്കുന്ന അപകടമുണ്ടായത്. ചെറുവാടി സ്വദേശിയായ യുവതിക്ക് അപകടത്തിൽ പരിക്കേറ്റു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ബിജു ചേരുന്നു വിവരങ്ങളുമായി. ബിജു പറയും. ഉച്ചയോടെയാണ് കാരശ്ശേരിയിൽ ഈ നടക്കുന്ന അപകടമുണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമറ്റ് ഒക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു അപകടം കൂടിയാണിത്. ഈ പിന്നിലിരിക്കുന്ന യുവതി ഹെൽമറ്റ് ധരിച്ചിരുന്നു. ഈ പോകുന്ന വഴിയിൽ ദമ്പതികളാണ് ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നത്. ഇവരുടെ ചുരിദാറിന്റെ ഭാഗം ഈ ബൈക്കിന്റെ പിൻചക്രത്തിന്റെ അടിയിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ബൈക്കിന് ചെറിയ രീതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്ത്രീ തലയടിച്ചും മറിഞ്ഞും റോഡിലേക്ക് വീഴുകയായിരുന്നു. 2-3 മറിച്ചിൽ റോഡിൽ നടക്കുന്നുണ്ട്. ഭാഗ്യത്തിലാണ് ഇവർക്ക് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഹെൽമറ്റ് ധരിച്ചതുകൊണ്ട് തന്നെ തലയ്ക്കൊന്നും സാരമായ പരിക്കേറ്റില്ല. ചെറുവാടി സ്വദേശിയായ യുവതിക്കാണ് പരിക്കേറ്റത്. ഇവരെ അപ്പോൾ തന്നെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറിയൊരു സർജറിയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും നടക്കുന്ന ഒരു അപകടമാണ്. ഇന്നലെ ഉച്ചയോടെ കാരശ്ശേരി പള്ളിക്ക് സമീപിച്ച് വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അബ്ജോദ്, അപ്പോൾ വീഡിയോ കണ്ടില്ലേ? ഇതാണ് സംഭവം. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് എപ്പോഴത്തെ വീഡിയോസാണെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാനിത് കാണിക്കണം എന്ന് വിചാരിച്ച്. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റായി നട്ടെല്ല് പൊട്ടി കിടക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ മണ്ണാർക്കാടുള്ള ഒരു സ്ത്രീനെ കൊടുന്ന് കിടത്തിക്കണം. അങ്ങേറ്റം പോയിക്കണം. മൊത്തം തിരിച്ചെടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയും തിരിച്ചെടുക്കാനില്ല എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചെടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിനെന്താ സംഭവിച്ചു വെച്ചാൽ ബൈക്കുമ്മ പോണ സമയത്ത് ഷോള് ബൈക്കിൻ്റെ ബാക്ക് വീലിൽ കുടുങ്ങി തല അടിച്ച് കറങ്ങിക്കൊണ്ട് വീണിക്കണു. അങ്ങനെ വീണിട്ട് എന്ത് സംഭവിച്ചിക്കണു, തലക്കൊക്കെ പരിക്ക് പറ്റി. അതിന് പിന്നെ ഒരു മാസം ഇടയ്ക്ക് ഞാനവിടെ ഒരു 9 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കത് വരുന്ന സമയത്ത് അത് മൊത്തം പൊയ്ക്കുന്നു. കോമ സ്റ്റേജ് ആയിരുന്നു, സംസാരിക്കാനും വയ്യ, മൊത്തം പോയിരുന്നു, ആകെ വെല്ല് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇതിപ്പോൾ ഞാൻ യാത്ര ചെയ്യണ സമയത്ത് ഞാൻ എൻ്റെ വൈഫും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് ഞാൻ കണ്ടുവരുന്നത് ചെറുപ്പക്കാരി പെൺകുട്ടികൾ, ഈ കോളേജിലൊക്കെ പഠിച്ച കുട്ടികളതും, പിന്നെ ഉള്ളത് മുസ്ലിം താത്താരത്. മുസ്ലിം പെണ്ണുങ്ങളെ പോലെ എന്താ ഒരു പർദ്ദ ഉണ്ടല്ലോ, എണ്ണപ്പർദ്ദ അല്ല, ഓയിലും പർദ്ദ. ഈ ഓയിലും പർദ്ദ എന്ന് പറയത്തല്ലേ, അത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കണ്ട് പോകും. ഞാനൊക്കെ പിന്നാലെ ഓണടിച്ച് പോയിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക്, വീലിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് ഒച്ചട്ട് ഞാൻ പറഞ്ഞ് വണ്ടി നിർത്തിച്ചിട്ടാണ് ഞാൻ. കാരണം എനിക്കറിയാം ഇതിൻ്റെ അനുഭവം എന്താണെന്നുള്ളത്. കാരണം ആ സ്ത്രീയൊക്കെ പിന്നെ അത് എടുക്കാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഇത് 9 മാസം കഴിഞ്ഞ് ഡിസ്ചാർജായി. പിന്നെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ തെറാപ്പി സെൻ്ററിലൊക്കെ ഞാൻ അമ്മയൊക്കെ അന്വേഷിച്ചിരുന്നു, എന്തായി ഞങ്ങൾ അപ്പുറത്ത് കടന്നിരുന്നത്. അതൊക്കെ മൊത്തം കോമ സ്റ്റേജിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയൊരു അശ്രദ്ധ പേരിലാണ് നമുക്ക് ഇത്രയും വലിയൊരു ദുരന്തം വരുന്നത്. എന്താണ് ബൈക്ക് കൊണ്ട് കയറുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ്
അല്ലെങ്കിൽ ആരാണെച്ചെങ്കിൽ ആരാണെച്ചെങ്കിൽ ഷോളൊക്കെ റെഡിയാക്കിയില്ലേ, പർദ്ദ ആ കാലിൻ്റെ ഇടയ്ക്ക് ടൈറ്റാക്കി പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പ് ഇതേമാതിരി ഉണ്ടാവും, അല്ലെങ്കിൽ ഷോള്, ഇതൊക്കെ എന്താ ഒന്ന് ഒതുക്കി വെച്ച് സാവകാശം സമാധാനത്തിൽ പിന്നെ വണ്ടി എടുത്താലെന്താ, പിന്നെ സ്പീഡ് പോകാതിരിക്കേ. പക്ഷെ ആദ്യം ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണ കാര്യം. അപ്പൊ ഇത് കണ്ടപ്പോൾ നിങ്ങളെന്ന് അറിയിക്കണം തോന്നി. എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. ഇപ്പം അടുത്ത മദർ കെയറിന്റെ മുന്നിൽ ഇതേമാതിരി തല അടിച്ച് തെറിച്ചിട്ടാണ് വീണത്. അതിന്റെ ഭർത്താവ് അപ്പം തന്നെ മരിച്ചിരിക്കുന്നു. ഭാര്യ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് മരിച്ചെന്നുള്ളതൊക്കെയാണ് അറിഞ്ഞത്. എന്താണോ. അപ്പോൾ എല്ലാവരും അള്ള കാക്കട്ടെ. നമ്മൾ കുറേ പെണ്ണുങ്ങൾ, നമ്മളമ്മമാർ, പെങ്ങന്മാർ, അയൽവാസികൾ പലരും പോണതാ യാത്ര ബൈക്ക് പറഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് പോയി കാര്യങ്ങൾ സാധിച്ചു വരുന്ന, പെട്ടെന്ന് എവിടെയും പോകാനുള്ളത് സാധിച്ചു വരാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് എല്ലാവരും പടച്ചോൻ കാക്കട്ടെ റബ്ബേ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്ക് ഇതൊന്ന് മനസ്സിലായിക്കോട്ടെ. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും. പിന്നെ മറ്റൊരു വീഡിയോസുമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്.